ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളെ രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗിൽ വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വലിയ പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കേക്ക് മുറി അങ്ങനെയൊന്നും വേണ്ട, ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വേണ്ടാന്ന് വെച്ചിരിക്കുക. പിന്നെ ഞങ്ങൾക്കിന്ന് വേറെ സ്ഥലം വരെ പോകാണ്ട്, ഇക്കാക്കൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വന്നിട്ടൊക്കെ സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. പരിപാടിയില്ല, സാധാരണ ചെയ്യുന്ന പണികളൊക്കെ തന്നെ. കടല കറി വെക്കണം, പിന്നെ പുട്ടുണ്ടാക്കണം. അപ്പോൾ ഇക്കേ മോനും കൂടെ കടയിൽ പോയിരിക്കുക. അപ്പോൾ വണ്ടി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നടക്കാനുള്ളൂ, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാളും കൂടെ നടന്ന് പോയിട്ട് വായെന്ന് പറഞ്ഞു. രണ്ടാളെയും കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നിട്ട് വേണം പുട്ടുണ്ടാക്കാൻ. അപ്പോൾ ഉച്ചകൾക്ക് കറിക്ക് എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ചിക്കൻ മേടിക്കണോ വേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ ആണെങ്കിൽ സലാത്തുണ്ട് ഇവിടെ പള്ളിയിൽ. അപ്പം നാളെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ ഇനി കറി വെക്കുമ്പോൾ അപ്പോഴത്തെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പണിയിലേക്ക് കിടക്കട്ടെ. പിന്നെ അത് എനിക്ക് കുറച്ചധികം ഡ്രസ്സ് അലക്കാണ്ട് കേട്ടോ. ഇതല്ല കേട്ടോ, ഇനി അകത്ത് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉമ്മാടതും ഒന്ന് അലക്കിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ അലക്കാൻ. അപ്പം ഇനി എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വരാം, അലക്കാനുള്ളത്. അപ്പോൾ ഇത് അലക്കാനുള്ളതൊക്കെ അവിടെ കൊടുന്നിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കറിക്കുള്ള മറ്റേ കടല വേവിക്കാൻ വെക്കാൻ വിചാരിച്ചു. എന്നിട്ട് പിന്നെ അടുത്ത പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കടല വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ സബോളയും തക്കാളിയും കയ്യിലിട്ട് തന്നെ വേവിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ പിന്നെ വാട്ടിയിട്ട് ഉണ്ടാക്കണില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ട് വേവിക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഗരം മസാലപ്പൊടി ആ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ കുക്കർ അടച്ച് മൂടി വെച്ചത്. അപ്പോൾ എന്തായാലും കറിക്കുള്ള പണി നോക്കട്ടെ കേട്ടോ. അപ്പോൾ അത് ഇന്നലത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പം അത് നോക്കുമ്പോൾ നാശമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഞാനത് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് കാലത്തെ കടി ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. പിന്നെ അതാ മോനക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവനക്ക് അത് കൊടുത്താൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ ചായക്കടി എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുവരെ ഇങ്ങനെ വിശന്നിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വേവിച്ച് വെച്ചതാ. വെച്ചോ, ചൂടണത് തണുക്കും. ചൂടണ്ടി ഫാനിട. പിന്നെ അതൊരടപ്പത്ത് പുട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ഞാനും ഒക്കെയും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ അത് നിച്ചുമോനക്ക് ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ബഹളം ഇതൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇക്കൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിരുന്നപ്പോൾ അവൻ വീണ്ടും കരച്ചിൽ തുടങ്ങിയിട്ടാ. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് നിച്ചുമോനിട്ട് ഉറക്കിയിട്ട് വരാൻ വിചാരിച്ചു. വണ്ടിമൊന്ന് കറങ്ങി കഴിഞ്ഞാൽ അവൻ ഉറങ്ങും. അപ്പോൾ അത് കാരണം ഒന്ന് ഉറക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നിച്ചുമോന് ഇത് ഉറങ്ങി കഴിഞ്ഞിട്ടാ. പിന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് എണീറ്റ് പിന്നെ തൊട്ടിയിട്ടപ്പോൾ വേഗം ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ വണ്ടിമ്മ കയറിയല്ലേ എന്തായാലും കുട്ടികളൊക്കെ ഉറങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ അറിയാത്തവരുണ്ട്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവനൊന്ന് ഉറക്കാൻ കെടുത്തി. എന്നിട്ട് ഞാനിത് കുറേ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്താ പണിയെന്ന് വെച്ചാൽ നമുക്ക് ചെമ്മീൻ ഉണ്ടായിരുന്നു കറി വെക്കാൻ. അപ്പോൾ ചെമ്മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ഉമ്മ നന്നാക്കി തന്നു. പിന്നെ ഞാനിത് തേങ്ങ ചിരകാണ്ട്. അപ്പോൾ തേങ്ങ ഒക്കെ ചിരകണം കറിക്ക് വേണ്ടിയിട്ട്. തേങ്ങ ചിരകണ പണിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചോറ് ഊറ്റണുണ്ട്. കുറേ പണിയുണ്ടെന്ന്. അപ്പോൾ കുറേ അലക്കാനുള്ള കാരണം കുറേ പണി ഉള്ള പോലെ തോന്നുന്നത്. കുറേ അലക്കാനെന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പായിട്ട് മൂത്രമൊഴിച്ചതുണ്ട്, നീച്ചുമോൻ്റെ മൂത്രമൊഴിച്ചതുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പുതിയത് അലക്കാനുണ്ട്. പുതിയ ഡ്രസ്സുകൾ ഓരോ ഭാഗത്തൊക്കെ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ഇട്ടതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ട് പല സ്റ്റെപ്പുകളായിട്ടാണ് അലക്കിയത്. പിന്നെ അതേ കറിക്ക് വേണ്ടിയിട്ട് മസാല ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേപ്പില പൊട്ടിക്കാൻ വേണ്ടി പോയി കറിക്കുള്ള. അപ്പോൾ അതേ വേപ്പിലൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ചെറിയ സബോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ഉള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം സബോള ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സബോള ഇട്ടതിന് ശേഷം കുറച്ച് വേപ്പില കൊടുന്നിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കറിയിൽ ഒഴിക്കാം നമുക്ക്. അപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെണ്ടക്ക ഉണ്ടായിരുന്നു ഉപ്പേരിയിടാൻ. അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് പുതിയതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അത് ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആക്കിയിട്ട് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊരിയെടുക്കുകയാണ്. എന്നിട്ട് മേലൊക്കെ ഒന്ന് കൊണ്ടുപോയിടണം. അപ്പോൾ കുറച്ചൊരു വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ പറഞ്ഞ് മേലെ കൊണ്ടുപോയിടാന്ന്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ മേലെ കൊണ്ടുപോയിട്ടിട്ടാണ് വന്നത്. പിന്നെ അത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോളയും പിന്നെ വേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മുളകും പൊടി ഇട്ടിട്ടില്ല, മുളകാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളെ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പണിയെടുക്കുന്ന ടൈമിൽ, അടുക്കളയിൽ നിൽക്കുന്ന ടൈമിൽ ഇവിടെ ഒരാൾ കിടന്നിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുക കേട്ടോ. പൈപ്പിൽ നിന്ന് വലിച്ചു കുടിക്കുക വെള്ളം. കണ്ടില്ലേ? ഇടുവാടാ ഇടുവാടാ ചിരിക്കേ വാ വെച്ച് പൊന്നു വാ. ഞാൻ വടി എടുക്കൂ ഡാ നിച്ചുവാ. അടിൻ്റെ ഇതിന്ന് കിട്ടൂ. വാപ്പച്ചി മോനും പായ കഴുകിയിട്ട് വാപ്പച്ചി ആകെ നനച്ചിൻ്റെ കുട്ടീനെ. ലിച്ചുവോ ചപ്പിയേ ബാ. തലയിൽ വെള്ളം നിൽക്കണ മുത്തേ. വാപ്പച്ചിനെ ഒത്തടി കൊടുക്കട്ടാ എൻ്റെ കുട്ടീനെ നനച്ചിട്ട് ബാ. അപ്പോൾ പായും പുതപ്പൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടി നിന്നിട്ടാ. ഇക്കന്നെ ഇന്നലെ തലേദിവസമൊക്കെ വെള്ളത്തിയിട്ട് വെച്ച് സോപ്പും പൊടിയിലിട്ട് മുക്കിയൊക്കെ ചെയ്തു പുതപ്പ്. അതിന് ശേഷം ആൾ എന്നിട്ടൊക്കെ കഴുകിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അഞ്ചങ്ങാടി വരെ ഒന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്ക പമ്പേഴ്സ് മേടിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ചെക്കന് കരച്ചിലോട് കരച്ചില്ല. ഇപ്പം നല്ല കരച്ചിലാണ്. തീരെ കണ്ടിട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒളിച്ച് നിന്നിട്ടൊക്കെ വേണം പോവാൻ. അവനെ കാണാണ്ടൊക്കെ വേണം പോവാൻ. ഇക്ക വരണ വരെ കരച്ചിൽ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കേണ്ട. ഞങ്ങൾ വൈകിട്ടാണ് പോയത്. അപ്പോൾ അതേ ഏകദേശം രാത്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവൾ ഇതേ ഗിഫ്റ്റൊക്കെ തന്ന്, അവൾ ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ തന്ന്. പിന്നെ അവൾ അവിടെ നിന്ന് ഹോർലിക്സൊക്കെ എടുത്ത്. അപ്പോൾ എനിക്കറിയണ ഒരു കുട്ടിയുണ്ട്. അറിയണ കുട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒപ്പം പഠിച്ചിരുന്നതാണ്, പിന്നെ ഞങ്ങളെ നാട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇതിൻ്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. പിന്നെ ഞങ്ങളിത് എവിടെ എത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. കച്ചണ ചാപ്പിയ എന്നാ പോയിക്കോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓടിക്കളിക്കണ കണ്ടപ്പോൾ നിച്ചുവിന് ഭയങ്കര ഒരു ഇത് അവരായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവനോട് പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പോയൊന്നുമില്ല, ഇറക്കി വിടുന്നുണ്ട്, അവരായിട്ട് കളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള ഒരു ബേക്കറി കണ്ട വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എത്തിയിട്ട് അങ്ങോട്ടേക്കുള്ള റോട്ടിലേക്ക് തിരിയാണ്ട് ഒക്കെ നേരെ പോയത് ബേക്കറിയിലേക്കാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് പറയാണ്ട് ആൾ നേരെ കയറിപ്പോയി. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായി കേക്കാണെന്നുള്ളത്. അപ്പോൾ ഹാഫ് kg കേട്ടോ മേടിച്ചത്. അപ്പോൾ ആൾ പറയുക വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഇതൊക്കെ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. പക്ഷേ എനിക്കൊരു സൂചന പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അതേ ഞാനും ഇക്കയും ഉമ്മയും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് നിച്ചുമോനും കൂടെ. അപ്പോൾ ഉപ്പ കഴിക്കില്ല കേട്ടോ, ഉപ്പ മധുരമൊന്നും കഴിക്കില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ 4 ആളും കൂടെ കഴിച്ച്. അപ്പോൾ അതേ സെക്കൻഡ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും സർപ്രൈസ് ആയിട്ടാണ്. എന്താ വെച്ചാൽ എനിക്ക് കേക്ക് മുറിക്കണ്ട എന്നുള്ളതിലായിരുന്നു. ഞാൻ ഇൻട്രോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പോൾ കേക്ക് മുറിക്കണ്ടെന്നൊക്കെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആരുമില്ല, അപ്പോൾ ആരും കഴിക്കുകയില്ല. അപ്പോൾ അത് കാരണം മുറിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ എന്തായാലും ഒക്കെ സർപ്രൈസായിട്ട് കൊണ്ട് തന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഉമ്മാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ കഷ്ണം മാത്രം എടുത്തുള്ളൂ. അതിന് ശേഷം പിന്നെ ഒരു ചെറിയ പീസ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച്. അപ്പോൾ ഇക്ക പറഞ്ഞ ആവശ്യമുള്ളത് എടുത്തോ, എന്നിട്ട് കട ഫ്രണ്ട്സുകൾക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കെന്നും ചായ കുടിക്കാൻ പോകാറുണ്ട് അവരുടെ കൂടെ രാത്രി പ്രയാറ്. അപ്പോൾ അങ്ങനെ അത് കേക്കായിട്ട് പോയി ആൾ. അപ്പോൾ അവിടെ വരുന്നവർക്കൊക്കെ കൊടുത്തെന്ന് പറയണേ, ചായ കുടിക്കാൻ വരുന്നവർക്കൊക്കെ കൊടുത്തെന്ന്. ഫ്രണ്ട്സുകളെന്ന് പറയാൻ അധികം ഇല്ല കേട്ടോ, 2-3 ഫ്രണ്ട്സുകളുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ വരുന്നവർക്ക് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഞാൻ മേടിച്ച സാധനം, അപ്പോൾ ഇതേക്കത് തുറന്ന് നോക്കേണ്ട. അപ്പോൾ ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.